നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഹിന്ദി ആങ്കറിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇടുന്നത്. ഇവിടെ ഞാൻ ചൂസ് ചെയ്ത ദിവസം എന്ന് പറയുന്നത് ഹിന്ദി ദിവസമാണ്. അപ്പോൾ ഹിന്ദി ദിവസ് സമാരോഹിന് വേണ്ട ആങ്കറിങ് ആണ് കൊടുക്കുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഇപ്രകാരമാണ്. നമസ്കാർ, आप सभी का हिंदी दिवस समारोह में हार्दिक स्वागत है. हम आज एक साथ इकट्ठा हुए हैं हिंदी के महत्व को समझने और उसका सम्मान करने के लिए. जैसा कि आप सभी जानते हैं, हर साल 14 सितंबर को हिंदी दिवस मनाया जाता है. यह वह दिन है जब 1949 में हिंदी को भारत की राजभाषा का दर्जा प्राप्त हुआ था. പൊതുവെ നമ്മൾ ആങ്കറിങ്ങിൽ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത്. अब हम ईश्वर का स्मरण करते हुए कार्यक्रम की शुभ शुरुआत करेंगे. तो आइए कार्यक्रम की शुरुआत प्रार्थना गीत से करते हैं. ഇനി പ്രയറിനായിട്ടുള്ളവർ വന്ന് പ്രാർത്ഥന പാടുന്നതാണ്. मैं हिंदी विभाग अध्यापिക, ഇവിടെ നമുക്ക് ഏത് മിസ്സിൻ്റെ പേരും ടീച്ചറുടെ പേരും ഇടാം. मिस को स्वागत भाषण के लिए मंच पर आमंत्रित करती हूँ. ഇനി ടീച്ചർ സ്വാഗത പ്രസംഗം പറയുന്ന സമയമാണ്. അത് പറഞ്ഞ ശേഷം നിങ്ങൾക്ക് പറയാം ധന്യവാദ് മിസ്. अब मैं हमारे ഉദ്ഘാടക്, ഇപ്പോൾ പൊതുവേ പ്രിൻസിപ്പളൊക്കെയാണ് ഉദ്ഘാടകരായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ പ്രിൻസിപ്പളുടെ പേര് പറഞ്ഞിട്ട് പറയാം. सर को आमंत्रित करना चाहती हूँ. हमें गर्व है कि वे आज हमारे बीच है और हिंदी दिवस पर अपने विचार साझा करेंगे. मैं हमारे सम्माननीय प्रधानाचार्य महोदय से अनुरोध करती हूँ कि वे मंच पर आए और हम सभी को अपने शब्दों से प्रेरित करें. അങ്ങനെ സാറിനെ ഉദ്ഘാടന പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കാവുന്നതാണ്. സാറിൻ്റെ സ്പീച്ച് കഴിഞ്ഞ ശേഷം, ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം പറയാം ധന്യവാദ് സർ, आपके प्रेरणादायक शब्दों के लिए आपने अपना बहुमूल्य समय देकर हमारे कार्यक्रम की शोभा बढ़ाई. ആശംസകൾ പറയാനായിട്ട് ക്ഷണിക്കലാണ്. इस हिंदी दिवस समारोह में अपने आशीर्वचन के लिए അംഗ്രേസി വിഭാഗ അധ്യാപിക, ഇവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഏത് വിഷയത്തിൻ്റെ അധ്യാപകരെയും ഉൾക്കൊള്ളിക്കാം. മിസ് കോ ആമന്ത്രിത് കർത്തി ഹും. പിന്നെ മിസ്സിൻ്റെ ആ ഒരു സ്പീച്ച് കഴിഞ്ഞ ശേഷം ധന്യവാദ് മിസ് എന്ന് പറയാവുന്നതാണ്. ഇനി കുട്ടികളെ കൊണ്ട് ആരൊക്കെയുണ്ടെങ്കിലും ഒരു സ്പീച്ച് പറയിപ്പിക്കാം. അതിനുവേണ്ടി अब बारी है अगले कार्यक्रम की जहाँ हमें छात्रा എന്നിട്ട് പേര് പറയാം एक भाषण के माध्यम से हिंदी की महत्ता पर प्रकाश डालेंगे. तो कृपया हमारे प्रतिभाशाली छात्रा, വീണ്ടും പേര് പറയാം, को जोरदार तालियों के साथ स्वागत करें. ഇനി ഈ കുട്ടിയുടെ സ്പീച്ച് കഴിഞ്ഞ ശേഷം പറയാവുന്നതാണ് ധന്യവാദ്. यह एक बहुत ही ज्ञानवर्धक और विचारशील भाषण था. हमें यह भी याद दिलाया कि हिंदी केवल एक भाषा नहीं बल्कि यह एक सेतु है जो लोगों को जोड़ती है. പരിപാടി എന്നോളം ഒരു കുട്ടിയെ ഗീത് പാടാനായിട്ട് നമുക്ക് ക്ഷണിക്കാവുന്നതാണ്. ഇപ്രകാരം ആകെ ഛാത്ര, എന്നിട്ട് ആ പെൺകുട്ടിയുടെ പേര് പറയാം. को हिंदी दिवस के इस अवसर पर गीत प्रस्तुति के लिए आमंत्रित करती हूँ. അതിന് ഗീതം കഴിഞ്ഞ ശേഷം यह कविता सच में दिल को छू लेने वाली थी, कितनी मधुर ध्वनि थी, धन्यवाद. ഇനി നന്ദി പ്രകാശനമാണ്. ആകെ मैं कृतज्ञता ज्ञापन के लिए छात्र, ഇവിടെ കുട്ടിയുടെ പേര് പറയാം, को सहर्ष स्वागत करती हूँ, धन्यवाद. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇതിലെല്ലാം ഞാൻ പരിപാടി നടത്തിയപ്പോൾ പെൺകുട്ടി വന്നു എന്നുള്ള രീതിയിൽ കേട്ടോ ഞാൻ ഛാത്ര ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ കോമ്പറ്റീഷൻ മറ്റ് പരിപാടികളിലോട്ട് കടക്കുന്നതിന് മുന്നേ ഈ ഒഫീഷ്യൽ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നിർത്താം. आज के हिंदी दिवस समारोह के प्रथम सत्र के समापन के साथ मैं आप सभी को धन्यवाद देना चाहती हूँ. आज का दिन हमें यह याद दिलाता है कि हिंदी हमारी भाषा है, हमारी संस्कृति है और हमारी पहचान है. हमें इसे हमेशा सहेज कर रखना है और इसका प्रचार प्रसार करना है. मैं आप सभी से यह अनुरोध करता हूँ कि हम सभी मिलकर हिंदी का सम्मान करें और इसे अपने जीवन में और भी अधिक इस्तेमाल करें. ധന്യവാദ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് ഹിന്ദിയുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇനി വരാനുള്ളത് വിശ്വ ഹിന്ദി ദിവസമാണ്. അപ്പോൾ ആ സമയത്ത് കുറച്ച്
മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്.